ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ പലതരത്തിലുള്ള വിവരങ്ങളും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പല കാര്യങ്ങളും കേരളത്തിലൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പല വസ്തുതകളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അത് ഞാൻ നേരിട്ട് ആദ്യമേ ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ശ്രീ വിജയ് ശർമാജിയുമായി, അദ്ദേഹമായിട്ട് വളരെ വർഷത്തെ പഴക്കമുള്ള ഒരു ബന്ധം കൂടിയുണ്ട് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോടൊപ്പം വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ സാധിച്ചു. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം 1968 മുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റി കൺവേർഷൻ ലോ, അതായത് കോൺഗ്രസിൻ്റെ സമയത്ത് തന്നെ, കോൺഗ്രസ് സർക്കാരുകളുടെ സമയത്ത് തന്നെ ഇവിടെ ഒരു ആൻറ്റി കൺവേർഷൻ ലോ കൊണ്ടുവന്നൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. കാരണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈബൽ ബെൽറ്റാണ്, ഒത്തിരി ട്രൈബൽ ആദിവാസി സമൂഹമുള്ളൊരു മേഖലയാണ്. അതുപോലെ തന്നെ നക്സലിസം വളരെ കൊടികുത്തി, മാവോയിസം ഇവിടെ കൊടികുത്തി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് അത് വളരെ താരതമ്യേന കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇവിടെ വളരെ ഗംഭീരമായൊരു വിഷയമാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും. അതിവിടുത്തെ ജനങ്ങളായിക്കൊള്ളട്ടെ മറ്റുള്ളവരായിക്കൊള്ളട്ടെ ആ രീതിയിൽ അത് ഏറ്റുപിടിക്കും. അതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ വിവരങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ, ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ, അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനുശേഷം നിയമപരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും, നിയമം അതിൻ്റെ വഴിക്ക് പോകും. അന്വേഷണം ഉണ്ടാവേണ്ടത് അന്വേഷണമൊക്കെ ഉണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു നീതിപൂർവമായ ഒരു പരിഹാരം കൂടി ഉടനെ തന്നെ ഉണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്, സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടു കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്? അദ്ദേഹം ഈ മതപരിവർത്തനവും അതോടൊപ്പം തന്നെ ഈ മനുഷ്യക്കടത്തും എല്ലാം ഉണ്ടായെന്ന തരത്തിൽ തന്നെയല്ല ആദ്യത്തെ ഒരു പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇട്ടിരിക്കുന്ന FIR-നെ ആസ്പദമാക്കിയിട്ടാണ്. FIR-ൽ കാരണം FIR-ൽ കേസെടുത്തത് അന്നേരം ഉണ്ടായ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ സംഭവം ഉണ്ടായ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഈ പെൺകുട്ടികൾ, ഈ 2 പെൺകുട്ടികളും അവരെ കൊണ്ടുവന്നൊരു ചെറുപ്പക്കാരനും ആ സമയത്ത് സിസ്റ്റേഴ്സ് എത്തിയിട്ടില്ലായിരുന്നു. അതിലൊരു പെൺകുട്ടി അവിടെ ഒരല്പം ഭാവപ്രകടനം നടത്തുകയും ആ പെൺകുട്ടിയുടെ ചില വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വന്നപ്പോൾ റെയിൽവേ പോലീസാണ് കേസെടുത്ത് FIR ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും FIR വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ കേസിടുന്നത്. ആ കേസിട്ട കാര്യമാണ് ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന് സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോ വിൽ പ്രിവെയിൽ, അല്ലെങ്കിൽ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് നടക്കേണ്ട കാര്യമില്ല, നിയമപരമായിട്ട് തന്നെ നടക്കും.